നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കടുത്ത നടപടിക്കൊരുങ്ങി ദേശീയ വനിതാ കമ്മീഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങി ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലെത്തി പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കും. കൂടുതൽ പരാതിയുള്ളവർക്ക് കമ്മീഷനെ നേരിട്ട് സമീപിക്കാം. സന്ദർശനം ഉടനുണ്ടാകുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നീക്കം. ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന് മറുപടി പോലും ലഭിച്ചില്ലെന്ന് കമ്മീഷൻ ആരോപിക്കുന്നു. ബൈക്കിൽ നിന്നുകൊണ്ട് റീൽ. ഒടുവിൽ സംഭവിച്ചത് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ബൈക്കും കാറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ബൈക്ക് സ്റ്റണ്ടിന്റെ റീൽ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്ക് എതിർദിശയിലെത്തിയ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. രാജസ്ഥാനിലെ അൻവാറിൽ രാജ്ഗഡ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അപകടമുണ്ടായത്. യുവാക്കളിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നിഷാന്ത് സൈനി എന്ന യുവാവാണ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ദീപക് സൈനി എന്ന യുവാവിനെ രാജ്ഗഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ദീപകിനെ ജയ്പൂരിലേക്ക് മാറ്റി. ശബരിമലയിൽ വാവരുസ്വാമിയുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് മുസ്ലിയാർ അന്തരിച്ചു. ശബരിമലയിൽ വാവരുസ്വാമിയുടെ പ്രതിനിധിയായ വായ്പൂർ വെട്ടിപ്ലാക്കൽ അബ്ദുൾ റഷീദ് മുസ്ലിയാർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കാഞ്ഞിരപ്പള്ളി കുന്നേൽ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഖബറടക്കം ഇന്ന് വായ്പൂർ പഴയപള്ളി ഖബർസ്ഥാനിൽ നടത്തും. 30 വർഷത്തിലേറെയായി ശബരിമല വാവരുനടയിലെ കർമ്മങ്ങൾ ചെയ്യുന്ന അബ്ദുൾ റഷീദ് മുസ്ലിയാർ 6 മാസം മുമ്പാണ് അവസാനമായി മല കയറിയത്. 16 വർഷം മുമ്പ് സിദ്ദീഖ് മുസ്ലിയാരുടെ മരണത്തെ തുടർന്നാണ് വെട്ടിപ്ലാക്കൽ കുടുംബത്തിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ അബ്ദുൾ റഷീദ് മുസ്ലിയാർ വാവരുനടയിലെ മുഖ്യകർമ്മിയുടെ സ്ഥാനം ഏറ്റെടുത്തത്. ഫൈസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് രക്ഷാധികാരിയായിരുന്നു. ആലപ്പുഴയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മയും മരിച്ചു. ആലപ്പുഴയിൽ വീടിന് തീവെച്ച് ഗൃഹനാഥൻ തൂങ്ങിമരിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യയും മരിച്ചു. തലവടി സ്വദേശി ഓമനയാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആര്യാട് പഞ്ചായത്ത് 10ാം വാർഡ് തലവടി പള്ളിമുക്ക് ജംഗ്ഷന് സമീപം തേവർക്കോട് വീട്ടിൽ ശ്രീകണ്ഠനായിരുന്നു കഴിഞ്ഞ ദിവസം വീടിന് തീയിട്ട ശേഷം ആത്മഹത്യ ചെയ്തത്. ഓമനെ രക്ഷിക്കാൻ ശ്രമിച്ച മകൻ ഉണ്ണികൃഷ്ണനും പൊള്ളലേറ്റിരുന്നു. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും ആക്ടീവ സ്കൂട്ടർ കണ്ടെത്തി. ഗംഗാവലി പുഴയുടെ അടിയിൽ സ്കൂട്ടറും തടിക്കഷ്ണങ്ങളും ഉണ്ടെന്ന് ഈശ്വർ മാൽപേ. CP3യിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 10 തടിക്കഷ്ണങ്ങൾ. സ്കൂട്ടർ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണന്റെ ആകാമെന്നും മാൽപേ പറഞ്ഞു. അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ളതായും അദ്ദേഹം പറഞ്ഞു. ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തി. തെരച്ചിൽ നടത്താൻ അധികൃതർ സഹകരിക്കുന്നില്ല. ഇതാണ് സമീപനമെങ്കിൽ നാളെ ശിരൂർ വിടുമെന്നും മാൽപേ പറഞ്ഞു. ചട്ടം കെട്ടി തുഴഞ്ഞാണ് തിരച്ചിൽ. CP4 കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. സർക്കാരിൽ നിന്നും ഒരു പണം പോലും കൈപ്പറ്റാതെയാണ് താൻ തിരച്ചിലിനെത്തിയത്. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ട്. ആ ആത്മാർത്ഥതയിലാണ് ഈ ജോലി ചെയ്യുന്നത്. അധികൃതർ പല കാരണങ്ങൾ പറഞ്ഞാണ് തെരച്ചിൽ തടയുന്നതെന്നും മാൽപേ പറഞ്ഞു.